ഓം ശരവണ ഭവ. എല്ലാവർക്കും കാർത്തികേയം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഈ ശ്രാവണ മാസം ആരംഭിച്ചിരിക്കുകയാണ്. ഞാൻ ഓൾറെഡി പറഞ്ഞല്ലോ, ആഗസ്റ്റ് 13 മുതൽ സെപ്റ്റംബർ 11 വരെയാണ് നമുക്ക് ഈ ഒരു ശ്രാവണ മാസം എന്ന് പറയുന്നത്. ഭഗവാൻ മഹാദേവന് വളരെയധികം പ്രിയപ്പെട്ട മാസമാണ്. അതേപോലെ തന്നെ ലക്ഷ്മി ദേവി പാർവതിക്കും ഒരുപോലെ പ്രിയപ്പെട്ട മാസമാണ് ഈ ഒരു ശ്രാവണ മാസം എന്ന് പറയുന്നത്. ഇവിടെയൊക്കെ ശ്രാവണ മാസത്തിലെ തിങ്കളാഴ്ചകളിൽ ഭഗവാൻ മഹാദേവനെയും ചൊവ്വാഴ്ചകളിൽ മംഗളഗൗരിയായി പാർവതീ ദേവിയെയും അതേപോലെ തന്നെ ലക്ഷ്മി ദേവിയെ വൈഭവലക്ഷ്മി രൂപത്തിൽ വെള്ളിയാഴ്ചകളിലും പൂജിക്കും. അപ്പോൾ ഈ ഒരു മാസത്തിലെ പ്രാധാന്യം അത്രമാത്രമാണ്. നമുക്കറിയാം, വരമഹാലക്ഷ്മി പൂജ പോലുള്ള വളരെ ഓസ്പീഷ്യസ് ആയിട്ടുള്ള പൂജകളൊക്കെ വരുന്നത് ഈ ഒരു ശ്രാവണ മാസത്തിലാണ്. അപ്പോൾ ഈ ഒരു മാസത്തിലെ തിങ്കളാഴ്ചകളിലും അതേപോലെ വെള്ളിയാഴ്ചകളിലും നമ്മൾ നമ്മുടെ വീട്ടിലോട്ട് ഐശ്വര്യവും സമൃദ്ധിയും വരാൻ വേണ്ടിയിട്ട് ചെയ്യേണ്ടുന്ന കാര്യം വളരെ സിമ്പിളാണ്. ഇത് ആർക്ക് വേണമെങ്കിലും ചെയ്യാവുന്ന കാര്യമാണ്. അതേപോലെ ഈ ശ്രാവണ മാസം മുഴുവൻ നമ്മൾ നമ്മുടെ വീട്ടിൻ്റെ വടക്ക് കിഴക്ക് ഭാഗത്ത് ചെയ്യേണ്ടുന്ന ഒരു കാര്യം. അങ്ങനെയുള്ള 3 കാര്യത്തെക്കുറിച്ചാണ് ഇന്നത്തെ ഈ വീഡിയോയിൽ പറയുന്നത്. വീഡിയോയിലോട്ട് പോകുന്നതിന് മുൻപായിട്ട് ഇന്ന് ഷഷ്ടിയാണ്, ചൊവ്വാഴ്ചയോട് കൂടി വന്നിരിക്കുന്നത്. ഇന്ന് നമ്മൾ വൈകിട്ട് ചൊല്ലി പ്രാർത്ഥിക്കേണ്ടുന്ന ഒരു മന്ത്രത്തെക്കുറിച്ച് ഞാൻ ഇന്നലെ വീഡിയോ ഇട്ടിട്ടുണ്ട്. കാണാത്തവരൊക്കെ പോയി കാണണം. അതേപോലെ വരമഹാലക്ഷ്മി വ്രതമാണ് ഈ വരുന്ന വെള്ളിയാഴ്ച. ഇനി 2 ദിവസങ്ങൾ കൂടിയിട്ടേ ഉള്ളൂ. അന്നും എന്താണ് ഏറ്റവും സിമ്പിളായിട്ട് നമ്മൾ എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നുള്ളതിനെക്കുറിച്ചും ഞാൻ ഓൾറെഡി വീഡിയോ ഇട്ടിട്ടുണ്ട്. അപ്പം അത് പോയി കണ്ട് നിങ്ങളെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ ഗ്രാൻഡായിട്ട് ചെയ്യണമെന്ന് ഞാൻ നിർബന്ധിക്കുന്നില്ല. കാരണം ഓരോരുത്തരുടെ വീട്ടിലെ സാഹചര്യം ഓരോ രീതിയായിരിക്കും. പക്ഷേ എനിക്ക് ചെയ്യാൻ ആഗ്രഹമുണ്ട്, വളരെ സിമ്പിളായിട്ട് ഞാൻ ചെയ്തോട്ടെ എന്ന് ആഗ്രഹം മനസ്സിലുള്ളവർക്ക് തീർച്ചയായിട്ടും ചെയ്യാം. അതിൻ്റെ അനുഗ്രഹം ദേവി നിങ്ങൾക്ക് തന്നിരിക്കും. ആദ്യം നമുക്ക് തിങ്കളാഴ്ചകളിൽ ചെയ്യേണ്ടുന്ന കാര്യം എന്താണെന്നുള്ളത് നോക്കാം. തിങ്കളാഴ്ചകളിൽ ചെയ്യേണ്ടുന്ന കാര്യം, തിങ്കളാഴ്ച നമ്മൾ സൂര്യോദയത്തിന് മുൻപായിട്ട് ഉണർന്ന് കുളിക്കണം. നമ്മുടെ വീട്ടിൽ ഭഗവാൻ മഹാദേവൻ്റെ ഫോട്ടോ ശിവലിംഗമുണ്ടെങ്കിൽ അതിന് മുൻപിൽ നെയ്യ് ഒഴിച്ചിട്ടോ നല്ലെണ്ണ ഒഴിച്ചിട്ടോ ഒരു ദീപം കൊളുത്തി വെക്കുക. കൂവളത്തിലകൾ കിട്ടുമെന്നുണ്ടെങ്കിൽ കൂവളത്തിലകൾ സമർപ്പിക്കാം. അങ്ങനെയല്ല, എരിക്കിൻ്റെ പൂവ്, വെള്ളയോ നീലയോ ഏതുമായിക്കൊള്ളട്ടെ, അത് കിട്ടുമെങ്കിൽ അതും ഭഗവാന് സമർപ്പിക്കാം. അതിനുശേഷം ഭഗവാന് മുൻപിലിരുന്ന് നമ്മൾ 1008 പ്രാവശ്യം നമശിവായ മന്ത്രം ചൊല്ലണം. ഓം നമ്മൾ ചേർക്കേണ്ട, കാരണം പഞ്ചാക്ഷരി മന്ത്രം എന്ന് വരുമ്പോൾ അത് നമശിവായ മാത്രമാണ്. നമശിവായ മന്ത്രം എങ്ങനെയാണ് വന്നത്, അതെങ്ങനെയാണ് ചൊല്ലേണ്ടത്, അതിനെക്കുറിച്ച് ഞാൻ നല്ല രീതിയിൽ ഒരു വീഡിയോ ഇട്ടിട്ടുള്ളതാണ്. അതൊക്കെ കാണാത്തവർ പോയി കണ്ടു കഴിഞ്ഞാൽ നമശിവായ മന്ത്രം എങ്ങനെ വന്നു എന്നുള്ളതും ഏത് രീതിയിൽ ചൊല്ലണമെന്നുള്ളതൊക്കെ നിങ്ങൾക്ക് മനസ്സിലാകും. 1008 പ്രാവശ്യം ചൊല്ലാൻ സമയമില്ലാത്തവർക്ക് 108 പ്രാവശ്യം ചൊല്ലാം. അതിനോടൊപ്പം നമ്മുടെ വീടിനടുത്ത് ശിവക്ഷേത്രമുണ്ടെങ്കിൽ പോകാൻ പറ്റുന്നവരൊക്കെ, ഇനിയിപ്പോൾ നമുക്ക് 3 തിങ്കളാഴ്ചകളാണ് ഈ ഒരു ശ്രാവണ മാസത്തിൽ ഉള്ളത്. ഓൾറെഡി ഒരു തിങ്കൾ കഴിഞ്ഞുപോയി, അത് ഇന്നലെയായിരുന്നു. ഇനിയിപ്പോൾ നമുക്ക് മുൻപിൽ 3 തിങ്കളുണ്ട്. അപ്പോൾ ഈ 3 തിങ്കൾ നിങ്ങൾ ക്ഷേത്രത്തിൽ പോകാൻ പറ്റുന്നവരൊക്കെ ക്ഷേത്രത്തിൽ പോകണം. ക്ഷേത്രത്തിൽ പോയിട്ട് നമ്മൾ ചെയ്യേണ്ടത് ഭഗവാന് കൂവളത്തില മാലയോ ഇലയോ ആയിട്ട് നിങ്ങൾക്ക് സമർപ്പിക്കാം. അത് സമർപ്പിക്കാം. ഒപ്പം തന്നെ ഭഗവാൻ എന്തെങ്കിലും ഒരു ധാര, അതായത് ക്ഷീരധാരയാവാം, ജലധാരയാവാം, കരിക്ക് ധാരയാകാം, കരിമ്പിൻ ജ്യൂസും കൊണ്ടുള്ള ധാരയാവാം. പലതരം ധാരകൾ നമ്മുടെ ക്ഷേത്രത്തിൽ നടക്കും. ഭസ്മം കൊണ്ടുള്ള ധാരയാവാം. അപ്പം എന്താണോ നമ്മുടെ ക്ഷേത്രത്തിൽ നടത്തുന്നത് അതിൽ നിങ്ങൾക്ക് ഏത് ചെയ്യാൻ പറ്റുമോ അത് നിങ്ങൾ ചെയ്യുക. നമ്മുടെ വീട്ടിൽ ഉള്ള എല്ലാവരുടെയും പേരിൽ ചെയ്യാം. അങ്ങനെയല്ലെങ്കിൽ ഏതെങ്കിലും ഒരാളുടെ പേരിൽ മാത്രമായിട്ടാണെങ്കിലും ചെയ്യാം. അത് ചെയ്തതിന് ശേഷം അവിടെ നിന്നും ഭഗവാൻ മഹാദേവനോട് സർവ്വ ഐശ്വര്യങ്ങളും തരണമെന്ന് നിങ്ങൾ പ്രാർത്ഥിച്ചാൽ മതിയാകും. നോൺ വെജ് കഴിച്ചിട്ട് ഇതാരും ചെയ്യരുത്. ഇത് ചെയ്തിട്ട് നിങ്ങൾ നോൺ വെജ് കഴിച്ചോളൂ. ഞാൻ പറഞ്ഞിരുന്നു, ശ്രാവണ മാസത്തിലെ തിങ്കളാഴ്ചകളിൽ നമ്മൾ വ്രതമെടുത്ത് ഭഗവാനെ പ്രാർത്ഥിക്കുന്നത് 16 സോമവാര വ്രതമാണത്. അത് എടുക്കുന്നത് വളരെ വളരെ ശ്രേഷ്ഠമാണ്. പറ്റുന്നവരൊക്കെ അത് എടുക്കാനായിട്ട് ശ്രമിക്കണം. അപ്പം ഇതാണ് നമ്മൾ തിങ്കളാഴ്ചകളിൽ ചെയ്യേണ്ടത്. ഇനി വെള്ളിയാഴ്ചകൾ, അപ്പം തുടങ്ങാൻ ഏറ്റവും ഓസ്പിഷ്യസ് ആയിട്ടുള്ള ദിവസമാണ് ഈ ഒരു വരമഹാലക്ഷ്മി വ്രതം വരുന്നത്. ആഗസ്റ്റ് 21 വെള്ളിയാഴ്ച. എന്താണ് ചെയ്യേണ്ടത്? ഏത് സമയത്തും നിങ്ങൾക്കിത് ചെയ്യാം. അതായത് ശുക്രഹോരയൊന്നും നോക്കണമെന്നില്ല. വെള്ളിയാഴ്ച ബ്രഹ്മമുഹൂർത്തം മുതൽ രാത്രി ഒരു 10 മണിക്കുള്ളിൽ നമുക്ക് സമയം കിട്ടുന്ന ഏതൊരു സമയത്തും ചെയ്യാം. കഴിയുന്നതും വെള്ളിയാഴ്ച എല്ലാവരും വ്രതമായിട്ടിരിക്കാൻ നോക്കണം. വ്രതം എന്ന് പറയുമ്പോൾ ഭക്ഷണം ഉപേക്ഷിച്ചുകൊണ്ടുള്ള, നോൺ വെജ് അവോയ്ഡ് ചെയ്തുകൊണ്ടുള്ള വ്രതം. സൂര്യോദയത്തിന് മുൻപുണർന്ന് കുളിക്കുക. കുളിച്ചതിന് ശേഷം നമ്മൾ ഇപ്പോൾ വൈകിട്ടാണ് ചെയ്യുന്നതെങ്കിൽ വൈകിട്ട്, ഇല്ലെങ്കിൽ രാവിലെ, ഞാൻ പറഞ്ഞല്ലോ ഏതൊരു സമയത്തും ചെയ്യാം. നമ്മൾ മഹാലക്ഷ്മി ദേവിക്ക് മുല്ലപ്പൂക്കൾ കൊണ്ടുള്ള മാലയോ
ഇനി റോസാപ്പൂ കൊണ്ടുള്ള മാലയോ, അതായത് നല്ല മണമുള്ള പൂക്കൾ, അതിൽ തന്നെ വെള്ള പുഷ്പങ്ങൾ സമർപ്പിക്കാം. അങ്ങനെയല്ലെങ്കിൽ ചുമന്ന റോസാപ്പൂ ഒരെണ്ണം സമർപ്പിക്കാം. ഒറ്റയൊരെണ്ണം മതിയാവും. അത് സമർപ്പിച്ചതിന് ശേഷം ദേവിക്ക് മുൻപിൽ ഒരു ദീപം കൊളുത്തി വെക്കുക. ദീപം കൊളുത്തി വെച്ചിട്ട് അതിൽ 2 ഗ്രാമ്പൂ ഇടുക. 2 ഗ്രാമ്പൂ ഇട്ടിട്ട് നമ്മൾ അവിടെ ഇരുന്ന് ഓം ശ്രീം മഹാലക്ഷ്മിയെ നമഃ എന്നുള്ള മന്ത്രം 108 പ്രാവശ്യം ജപിക്കുക. ജപശേഷം ധൂപദീപ ആരതി എടുത്തിട്ട് നമ്മൾ അമ്മയ്ക്ക് നിവേദ്യം, അതാണ് ഇവിടുത്തെ ഏറ്റവും മെയിനായിട്ടുള്ള കാര്യം. പാൽഗോവ, ദൂത് പേട, മിൽക്ക് പേട, അങ്ങനെ പല പേരുകളിൽ ഇതറിയപ്പെടും. പാലുകൊണ്ടുണ്ടാക്കുന്ന വെളുത്ത കളറിലെ നല്ല മധുരമുള്ളൊരു സ്വീറ്റാണിത്. ഇത് നമ്മൾ അമ്മയ്ക്ക് സമർപ്പിക്കുക. ഇനി ഇത് ഞങ്ങൾക്ക് കിട്ടില്ല, ഞങ്ങൾ താമസിക്കുന്നിടത്ത് ഇതില്ല എന്നുള്ളവർക്ക് രസഗുള, നല്ല റൗണ്ടായിട്ടിരിക്കുന്ന ഒരു രസഗുള അമ്മയ്ക്ക് 3-4 അത് സമർപ്പിക്കാവുന്നതാണ്. ഇത് സമർപ്പിക്കുക. അതിന് ശേഷം ഇത് രസഗുളയാണെങ്കിലും പാൽഗോവയാണെങ്കിലും അത് സമർപ്പിച്ച് നമ്മളൊരു 10 മിനിറ്റിന് ശേഷം അതെടുത്ത് വീട്ടിലുള്ളവർക്ക് മാത്രം കൊടുത്ത് നമ്മൾ കഴിച്ചു കഴിഞ്ഞാൽ ധനവരവിൽ നല്ല ഉയർച്ചയുണ്ടാകും. നിങ്ങൾ ഒരേ ഒരു പ്രാവശ്യം ഇത് ചെയ്ത് നോക്കിക്കേ, നിങ്ങൾക്കതിൻ്റെ വ്യത്യാസം മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഇത് എല്ലാ വെള്ളിയാഴ്ചകളിലും, ഈ ഒരു ശ്രാവണ മാസത്തിൽ നമുക്ക് ടോട്ടൽ 5 വെള്ളി ഉണ്ടായിരുന്നു. അതിൽ 1 കഴിഞ്ഞു പോയി, ഇനി 4 എണ്ണം ഉണ്ട്. അപ്പം ആ 4 എണ്ണത്തിൽ 4 നിങ്ങൾക്ക് ചെയ്യാൻ പറ്റാത്ത ദിവസങ്ങളിൽ വീട്ടിലുള്ള ഭർത്താവിനെ കൊണ്ടോ മക്കളെ കൊണ്ടോ ചെയ്യിക്കാൻ ശ്രമിക്കണം. ഇത് തുടർച്ചയായി 16 വെള്ളിയാഴ്ചകളിൽ ചെയ്താൽ സ്ഥിരമായിട്ട് മഹാലക്ഷ്മിയുടെ സാന്നിധ്യം നമ്മുടെ വീട്ടിലുണ്ടാവും. ദാരിദ്ര്യം മാറിപ്പോവും, ധനവരവ് കൂടും. അതായത് ധനത്തിൻ്റെ പിന്നെ മുട്ടുണ്ടാവില്ലെന്നാണ് പറയുന്നത്. അപ്പം തുടർച്ചയായി 16 വെള്ളിയാഴ്ചകളിൽ ചെയ്യാൻ പറ്റുവാണെങ്കിൽ ചെയ്തു നോക്കൂ. ആഴ്ചയിൽ ഒരിക്കൽ, നമുക്ക് ആകെപ്പാടെ ഒരു ഇത് മേടിക്കേണ്ടി വരുന്നത് ആഴ്ചയിൽ വെള്ളിയാഴ്ച ദിവസം ഈ പാൽഗോവ അല്ലെങ്കിൽ രസഗുള മേടിക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ ഒരു ചിലവെന്ന് പറയാൻ. ഇനി അടുത്ത കാര്യം, നമ്മൾ എല്ലാ ദിവസവും ചെയ്യേണ്ടത്, അതായത് ഇന്നിപ്പം ആഗസ്റ്റ് 18 ഇന്ന് മുതൽ സെപ്റ്റംബർ 11 കർത്തവാവാണ്. അന്നുകൊണ്ടാണ് ഈ ഒരു ശ്രാവണ മാസം തീരുന്നത്. അന്ന് വരെ എല്ലാ ദിവസവും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നൊരു കാര്യം. ഇതെന്തിനാണ് ചെയ്യുന്നത്? ലക്ഷ്മി നാരായണ യോഗമുണ്ടാവാനും വീട്ടിലോട്ട് ധനവരവുണ്ടാവാൻ, മംഗളകാര്യങ്ങൾ നടക്കാൻ, ഒരുപാട് നാളുകളായിട്ട് നിങ്ങൾക്ക് നടക്കണമെന്ന് വിചാരിച്ചിരുന്ന കാര്യങ്ങൾ നടത്തിയെടുക്കാൻ, ഐശ്വര്യമുണ്ടാവാൻ, കുടുംബത്തിൽ ഐക്യമുണ്ടാവാൻ, അങ്ങനെയുള്ള എല്ലാ കാര്യത്തിനും വേണ്ടിയിട്ടുമാണ് നമ്മളിത് ചെയ്യുന്നത്. ഞാൻ ഈ ഒരു പിക്ചറിൽ കാണിച്ചിരിക്കുന്നത് പോലെ തന്നെ നമ്മുടെ വടക്ക് കിഴക്ക് ഭാഗം, ഇത് നമുക്ക് 2 ഇടത്ത് ചെയ്യാം. ഒന്നെങ്കിൽ ഹോളിലെ വടക്ക് കിഴക്ക് ഭാഗം, അല്ലെങ്കിൽ കിച്ചണിലെ തെക്ക് കിഴക്ക് ഭാഗം. വടക്ക് കിഴക്ക് ഭാഗം എന്ന് പറയുന്നത് ലക്ഷ്മി നാരായണ യോഗം, ഗുരു ഭഗവാനാണ് അവിടുത്തെ അധിപതി. തെക്ക് കിഴക്ക് ഭാഗം എന്ന് പറയുന്നത് ശുക്രഭഗവാനാണ് അവിടുത്തെ അധിപതി. അപ്പം ഈ 2-ൽ ഏതെങ്കിലും ഒരു ഭാഗത്ത് മാത്രം ചെയ്യുക. ഹോളിലെ തെക്ക് കിഴക്ക് ഭാഗത്ത് ചെയ്തിട്ട് കാര്യമില്ല, കിച്ചണിൽ തെക്ക് കിഴക്ക് ഭാഗത്ത് ചെയ്യണം. അപ്പോൾ നിങ്ങൾ കിച്ചണിൽ നോൺ വെജ് ഒക്കെ കുക്ക് ചെയ്യുന്നവരാണ്, ഞങ്ങൾക്കിത് ചെയ്യാൻ പറ്റില്ല എന്നുള്ളവർ ഹോള് തന്നെ തിരഞ്ഞെടുത്തോളൂ. ഹോളിലെ ആ ഒരു വടക്ക് കിഴക്ക് ഭാഗം, ആ ഭാഗത്ത് നന്നായിട്ട് ഒന്ന് തുടച്ചെടുത്തിട്ട് ഞാൻ ഈ കാണിച്ചിരിക്കുന്ന പോലെ 8 ഇതൾ താമരപ്പൂ വരയ്ക്കാൻ പറ്റുമെങ്കിൽ അത് വരയ്ക്കാം. അങ്ങനെ അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയാവുന്ന ഒരു കോലം, ഇനി ഒരു കോലവും ഞങ്ങൾക്ക് വരയ്ക്കാൻ അറിയില്ല എന്ന് പറയുന്നവർ ഒരല്പം മഞ്ഞൾപ്പൊടി, അതിൻ്റെ മുകളിലൊരു കുങ്കുമം ഇട്ടിട്ട് ഇതുപോലെ ഒരു മൺദീപം വെക്കുക. ആ മൺദീപത്തിന് നമുക്ക് മഞ്ഞൾ കുങ്കുമം പൊട്ട് വെക്കാം. മൺവിളക്ക് ഇല്ലാത്തവർക്ക് ബ്രാസിൻ്റെ ചെറിയ വിളക്കെടുക്കാം. അതിൽ നെയ്യ് ഒഴിക്കാം, തിരിയിടാം. അതിലോട്ട് ഒരു തുളസിയില, ഒരു ഏലക്കായ ഇടുക. ഇത് മാത്രമേ ഉള്ളൂ. നിങ്ങൾ മന്ത്രം ഒന്നും ചൊല്ലേണ്ടെന്ന് ആവശ്യമില്ല. പിന്നെ ആ ഉരുളിയിൽ കാണിച്ചിരിക്കുന്നത് നമ്മുടെ വടക്ക് കിഴക്ക് ഭാഗത്ത് നമ്മൾ അക്ഷയപാത്രം വെക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ, അക്ഷയപാത്രം വെച്ചിരിക്കുന്നത് കൊണ്ടാണ് ആ ഉരുളി. അത് നിങ്ങൾ കൺസിഡർ ചെയ്യേണ്ടത്. ഇപ്പോൾ എൻ്റെ വീഡിയോ കാണുന്ന മിക്കവരും അക്ഷയപാത്രം വെച്ചിട്ടുണ്ടാകും വടക്ക് കിഴക്ക് ഭാഗത്ത്. അപ്പോൾ അവിടെ തന്നെ നിങ്ങൾക്ക് ഈ ഒരു ദീപം കൊളുത്താവുന്നതാണ്. അപ്പം ഈ ഒരു ദീപം കൊളുത്തുമ്പോൾ, അതായത് ആ കോലമിടുമ്പം, നമ്മൾ ആ മൺവിളക്കിൽ നെയ്യ് ഒഴിക്കുമ്പം, ഏലക്കായ ഇടുമ്പം, തുളസിയില ഇടുമ്പം, ദീപം കൊളുത്തുമ്പോഴൊക്കെ നമ്മുടെ വീട്ടിലോട്ട് ഐശ്വര്യം വരണമെന്ന് നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ട് ചെയ്യുക. ചെയ്തു കഴിഞ്ഞാൽ ഫലം പെട്ടെന്ന് തന്നെ കിട്ടും. നിങ്ങൾ തുടർച്ചയായിട്ട് ഒരു 7 ദിവസം ചെയ്ത് കഴിയുമ്പോൾ തന്നെ മാറ്റം മനസ്സിലാവും. ഇതെല്ലാവരുടെ വീട്ടിലും തുളസി ഉണ്ടാവും, അതേപോലെ തന്നെ ഏലക്കായും ഉണ്ടാവും. ഇനി അബ്രോഡൊക്കെ താമസിക്കുന്നവരാണ്, തുളസി വീട്ടിലില്ലാത്തവരാണ്, തുളസി കിട്ടാനില്ല, അങ്ങനെയൊക്കെ ഉള്ളവരാണെങ്കിൽ കേസർ, സാഫ്രോൺ, അതായത് കുങ്കുമപ്പൂവ് ഇടാവുന്നതാണ് തുളസി ഇലയ്ക്ക് പകരം. അപ്പോൾ എല്ലാവരും ഈ 3 കാര്യങ്ങളും നിങ്ങൾ ചെയ്യാൻ ശ്രമിച്ചു നോക്കൂ. ആദ്യത്തെ 2 കാര്യങ്ങൾ ആഴ്ചയിൽ ഒരിക്കൽ മതി, അവസാനത്തെ കാര്യം മാത്രം എല്ലാ ദിവസവും നമ്മൾ ചെയ്താൽ മതിയാവും. അപ്പോൾ കഴിയുന്നതും എല്ലാവരും ചെയ്യാൻ ശ്രമിക്കൂ. തീർച്ചയായിട്ടും നല്ല ഫലം തന്നെ ലഭിക്കും. വളരെയധികം ഓസ്പീഷ്യസ് ആയിട്ടുള്ള ഒരു മന്താണിത്. എല്ലാവരെയും മുരുകൻ അനുഗ്രഹിക്കട്ടെ. ഓം ശരവണഭവ.